ഉഷ ഹസീന അമ്മയിലെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വിവരങ്ങൾ യൂട്യൂബ് ചാനലിന് ചോർത്തി നൽകി. ആരോപണവുമായി മാല പാർവതി. ഉഷ ഹസീന അമ്മയിലെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് മാല പാർവതി ആരോപിച്ചു. ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകളടക്കം 1 2 ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയെന്ന് മാല പാർവതി ആരോപിച്ചു. തുടരെയുള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയായിരുന്നു മാല പാർവതിയുടെ ആരോപണം. യൂട്യൂബ് ചാനൽ അമ്മയിലെ എല്ലാ വിവാദങ്ങളും പിന്നീട് പ്രവചിക്കാൻ തുടങ്ങിയെന്നും മാല പാർവതി കുറ്റപ്പെടുത്തി. ഗ്രൂപ്പിലെ പല നിയമങ്ങളിൽ ഒന്നാണ് ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുതെന്ന് മാല പാർവതി പറഞ്ഞു. ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകുന്നത് ഡേറ്റ ചോർച്ച എന്ന നിലയ്ക്ക് തന്നെ കരുതപ്പെടാവുന്ന ഗുരുതര തെറ്റ് തന്നെയാണെന്നും എന്നാൽ യൂട്യൂബ് ചാനലിൽ സ്ക്രീൻഷോട്ടുകൾ അടക്കം കണ്ടത് ഞെട്ടലുണ്ടാക്കിയെന്നും മാല പാർവതി പറയുന്നു. ജൂലൈ 16-ന് 1 2 ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ താരസംഘടനയിൽ ജാതിവൽക്കരണവും കാവ്യവൽക്കരണവും എന്ന പേരിൽ ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു. 10 മിനിറ്റ് 52 സെക്കൻഡ് ഉള്ള വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമാവുന്നുണ്ട്. ഗ്രൂപ്പിന്റെ ആധികാരികത കാണിക്കാൻ ചെയ്തതാണ്. എന്നാൽ ആ സ്ക്രീൻഷോട്ടിൽ 4ാമത്തെ നമ്പർ മൈ നമ്പർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫോണിൽ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് പോയിരിക്കുന്നതെന്നും മാല പാർവതി പറഞ്ഞു. ആ നമ്പർ ഉഷ ഹസീനയുടെ 2ാമത്തെ നമ്പറാണെന്നും മാല പാർവതി ആരോപിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചാണ് മാല പാർവതിയുടെ പോസ്റ്റ്. അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അമ്മ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞിരുന്നുവെന്നും മാല പാർവതി പറയുന്നു. ഗ്രൂപ്പിൽ ചിലർക്ക് ചില നിയമങ്ങളാണെന്നും അവർ സൂചിപ്പിക്കുന്നു. ഭീഷണിയുടെ സ്വരം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പറയുന്ന സന്ദേശവും മാല പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രൂപ്പിന് അമ്മയുമായി ബന്ധമില്ല എന്നാണ് സരയുവും അഡ്മിൻ പാനലിലെ ഒരു അഡ്മിനും മറുപടി നൽകിയതെന്ന് പറയുന്ന മാല പാർവതി ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണെന്നും ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിലും ഉഷ ഹസീനയ്ക്കെതിരെ മാല പാർവതി രംഗത്തെത്തിയിരുന്നു. 2018 മുതൽ 2025 വരെ ഒരു ജനറൽ ബോഡിയിലും ഇക്കാര്യം ഉന്നയിച്ചു കേട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ബാബുരാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഉഷ ഹസീനയും പൊന്നമ്മ ബാബുവും പറയുന്ന ആരോപണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രമായാണ് ഞാൻ കാണുന്നതെന്നും മാല പാർവതി പറഞ്ഞിരുന്നു.